ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ നേതൃത്വം ഇന്ന് ചുമതലയേൽക്കും. നിയുക്ത ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS-ഉം നിയുക്ത അംഗം അഡ്വക്കേറ്റ് കെ രാജുവും രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. AK സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത്? വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ചുമതലയേൽക്കുന്ന രണ്ടുപേരാണ്. വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, നട തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും. മൂത്തി ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കമ്മീഷണറുമായിരുന്ന N. വാസു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാണ്, ജയിലിലാണ്. ആ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിൽ പുതിയ പ്രസിഡന്റിന്റെയും അംഗത്തിന്റെയും ചുമതല ഏൽക്കുന്നത് എന്നുള്ളതാണ് നിർണായകം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന് നഷ്ടമായ ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസ്യതയുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ സ്ഥാനാരോഹണത്തിന് പിന്നിൽ. അതുകൊണ്ടാണ് പൊതു സ്വീകാര്യനായിട്ടുള്ള K. ജയകുമാറിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പാർട്ടി നേതാക്കളെ A. സമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെ CPI-യും വിളപ്പിൽ രാധാകൃഷ്ണനെ അംഗമായി തീരുമാനിച്ച് കത്തയച്ചതുമാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം വലിയ തോതിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് K. ജയകുമാർ IAS-ലേക്ക് CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ വിളപ്പിൽ രാധാകൃഷ്ണനെ CPI മാറ്റി അതൊരു സമവാക്യം, ജാതി സമവാക്യം ഒന്ന് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് K. രാജു, മുൻ മന്ത്രിയെ കൂടി ഈ അംഗമായി നിയോഗിച്ചത്. ഏതായാലും ഇന്ന് 11:30-ക്കാണ് സത്യപ്രതിജ്ഞ. ദേവസ്വം മന്ത്രി VN വാസവൻ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കും. അവിടെയാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഇനി ഏതായാലും അധിക സമയമില്ല. നട തുറക്കുന്നത് 17-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് സജീവമാകേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് അത്തരത്തിൽ കൂടുതൽ ഭാരിച്ച ചുമതലകളുമുണ്ട്. അതിലേക്കൊക്കെ ഇനി എത്രയും പെട്ടെന്ന് K. ജയകുമാർ IAS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്തേണ്ടതുണ്ട്. AK സ്റ്റെഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ചുമതലയേൽക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മണ്ഡലകാലം മറ്റ് പിഴവുകളൊന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും എന്ന് K. ജയകുമാർ IAS കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് മണ്ഡലകാലം മുന്നോട്ട് പോകുന്നത് തുടങ്ങി പല കാര്യങ്ങളും നമ്മളൊക്കെ ഉറ്റുനോക്കുന്നതാണ്, അല്ലേ?